ഞാൻ UK ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് രാത്രി കുറച്ചധികം നേരം ഉണർന്നിരിക്കേണ്ടി വരും. അപ്പൊ അതിനുശേഷം രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാനൊരു 7 മണിക്കൊക്കെ എണീറ്റാൽ മാത്രമേ എനിക്ക് രാവിലെ എന്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട്. എങ്ങനെയാണ് എൻ്റെ ഈ ടൈം ഒന്ന് മാനേജ് ചെയ്യുക, എങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ രാവിലെ ഒന്ന് ശ്രദ്ധിക്കുക, എങ്ങനെ കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ അയക്കും, കുഞ്ഞിനുള്ള ഫുഡ് ഉണ്ടാക്കണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, കുഞ്ഞിനെ റെഡിയാക്കണം, കൊണ്ടുപോയി വിടണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ. കാര്യം ഞാൻ എണീക്കുന്നത് തന്നെ കുറച്ച് താമസിച്ചിട്ടാണ്. രാത്രി എന്റെ വർക്ക് അത്രത്തോളം നീണ്ടു നിൽക്കുന്നത് കൊണ്ടിട്ട്. അപ്പൊ കൃത്യമായൊരു ഉറക്കം കിട്ടാതെ വരിക, എനിക്ക് കുഞ്ഞിന്റെ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ കുറച്ചധികം കാലമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു, കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു തുടങ്ങിയപ്പോൾ മുതൽ. അപ്പൊ ഈ വർഷം മുതലാണ് ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു തുടങ്ങി. അപ്പൊ ഈ കഴിഞ്ഞ ജൂൺ മുതൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബട്ട് എങ്കിലും ഇപ്പൊ ഞാനത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും എനിക്കിത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ എന്റെ കുഞ്ഞിന്റെ കാര്യവും എന്റെ വർക്കിന്റെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്താലും നിങ്ങളുടെ വീട്ടിലുള്ളവർ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താ ഈ വീട്ടിൽ ഇത്രയ്ക്ക് പണി, നിങ്ങൾ അല്ലെങ്കിൽ എന്താ ഇത്ര ചെയ്യുന്നേ, ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചോദിക്കാറില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ശരിക്കും നിങ്ങളൊന്നും ചെയ്യാഞ്ഞിട്ടാണോ, അതോ നിങ്ങൾ ചെയ്യുന്നതൊന്നും അവർ കാണാഞ്ഞിട്ടാണോ? അപ്പോ എന്റെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വിസിബിൾ ആക്കിയതെന്നും, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് ഈ ജോലിയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ, ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അല്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ ജോലി ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. അല്ലെങ്കിൽ എന്താ നീ ഇത്രയ്ക്ക്, നിനക്ക് ഇത്രയ്ക്ക് ചെയ്യാൻ എന്താ എന്നൊക്കെ ഉള്ള ഒരു സംസാരം മാത്രമായിരിക്കും വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ജോലിക്ക് പോകുന്ന നിങ്ങളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്കും ജോലി ഉണ്ടാവാം ഓഫ് കോഴ്സ് അല്ലേ, നിങ്ങൾ ഓഫീസിൽ ചെയ്യുന്ന ഒരു ജോലി, ആ ഒരു ജോലിക്ക് കൃത്യമായൊരു ടൈം ഉണ്ട്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡബിൾ ആണ്. ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇത്ര വർക്ക് ഡൺ ചെയ്തു എന്നൊക്കെയുള്ളത് എല്ലാം റെക്കോർഡഡ് ആണ് അല്ലേ. അപ്പൊ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അതൊരു പ്രോപ്പർ ഒരു ജോബായിട്ടും അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ 24 മണിക്കൂറും നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളോ, ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? കാര്യം എന്താ, അതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനൊരു റെക്കോർഡില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ രാവിലെ കുറച്ച് ബിസിയാണ്. പക്ഷെ ഈ കാര്യങ്ങളുടെ, അപ്പൊ രാവിലെയുള്ള ഈ കുറച്ച് കാര്യങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. കാരണം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും, വളരെ പെട്ടെന്ന് നമുക്ക് താമസിക്കാതെ തന്നെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫാമിലി കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ, ആദ്യം തുടക്കത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ നല്ലൊരു വഴക്കാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ, അത് എന്തിനാ വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം താമസിക്കുന്നു, കുഞ്ഞിനെ റെഡിയാക്കണം, ആ ഒരു കാര്യങ്ങൾ. അപ്പം ഞങ്ങളൊന്ന് ഇത് ഡിവൈഡ് ചെയ്ത് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമില്ല, കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു റെക്കോർഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ വീട്ടിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനെ ഒന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ ആ ലിസ്റ്റ് കൂടി നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഞാൻ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ, ഡെയിലി നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക. പ്രധാനമായിട്ടും ഫുഡ് കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡെയിലി ഉള്ള ക്ലീനിങ്സ്, നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നു, അങ്ങനെയുള്ള ഡെയിലി ഉള്ള കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് നമ്മൾ വീക്ക്ലി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഇത് ബെഡ്ഷീറ്റ് വാഷിങ്, അല്ലെങ്കിൽ നമ്മുടെ ലോണ്ട്രി ഡേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വീക്ക്ലി ഉള്ളത് ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുന്നു. മന്ത്ലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പ് ക്ലീനിങ് ആയിരിക്കും അല്ലേ.
കുറച്ചുകൂടി ഡീപ്പ് ക്ലീനിങ് ആയിരിക്കും. നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പറമ്പിൽ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മന്ത്ലി ഉള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതില് എന്നിട്ട് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട കാര്യങ്ങളും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത്, അപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷമുള്ള സമയമായിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ അതിനുശേഷമുള്ള സമയമായിരിക്കാം, മറ്റാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് ടൈം മാനേജ് ചെയ്തുകൊണ്ടിട്ട് വേണം നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നറിയോ, അപ്പൊ ഒരു ഐഡിയ കിട്ടും. നിങ്ങളിത് വീട്ടിലെ അംഗങ്ങളുമായിട്ടൊന്ന് പറയുക, അല്ലെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാനുണ്ട്, അപ്പൊ ഇത് എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയുക. മനസ്സിലായില്ലേ, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഇത്രയും ഒരുമിച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഒരു വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ പറയണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ അവരോട് പറയുക എന്താ വേണ്ടത് എന്നുള്ളത്, അല്ലേ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അവരെ അറിയിക്കുക. അല്ലാതെ നിങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. കാരണം നമുക്കും അങ്ങനെ തന്നെയാണല്ലേ, നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ നമ്മളും മടിയന്മാരായിട്ട് നമ്മളും എവിടെയെങ്കിലും ഇരിക്കും. അത് തന്നെയാണ് ഇത്. അത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയും കുട്ടികളെയും പഠിപ്പിക്കാതിരിക്കുക. അവരവരുടെ കാര്യങ്ങൾ അവരവരെ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കോമൺ കോഴ്സ്, അല്ലെ, എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പൊ അതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കൊടുത്തു കളയാം. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇന്ന കാര്യം. അപ്പൊ ഇത് നമ്മൾ ഓവർ ആക്കുകയല്ല. ആദ്യം എന്ത് ചെയ്താൽ മതി, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കുക, അവരുടെ ബുക്സ് ക്ലീൻ ആയി വെക്കുക, അവരുടെ ഡെസ്ക് ക്ലീൻ ആക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവരെ പഠിപ്പിക്കാം. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സസ് വാഷ് ചെയ്യാൻ അവർ കൊണ്ടിടുക. നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടുന്നതിലൂടെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടുകാർക്ക് മനസ്സിലാവും, അല്ലേ, അപ്പൊ ഇത്ര കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നിങ്ങളൊന്ന് കൊടുത്ത് കുട്ടി കുട്ടി കാര്യങ്ങൾ എല്ലാവരെയും കൊണ്ടൊന്ന് ചെയ്ത് നിങ്ങൾ തുടങ്ങി നോക്കൂ. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു മതിപ്പ് വരും. ശരിക്കും ഇത്രയേറെ കാര്യങ്ങൾ ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറച്ചായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയവും നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടാൻ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനുള്ളൊരു വിസിബിലിറ്റി കൂട്ടാൻ, ഇതൊക്കെ വളരെ പയ്യെ നിങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ എന്നെ രാവിലെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഞാൻ കുക്ക് ചെയ്യും. ആ സമയം കൊണ്ട് ഹസ്ബൻഡ് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് റെഡിയാക്കും. അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ മുടി കെട്ടി കൊടുക്കുക, കണ്ണെഴുതി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോഴത്തേക്കും എല്ലാം ബാക്കി എന്താണ് ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലൊന്ന് കുട്ടികൾ, അപ്പൊ ഇല്ലാതെ ഞാൻ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് ഞാൻ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ട് സ്കൂളിൽ വിടാം, പിന്നെ ഹസ്ബൻഡ് കൊണ്ടുപോയി സ്കൂളിൽ വിടും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ വി വിൽ ബേൺ ഔട്ട്, അല്ലേ, നിങ്ങൾ ആ വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും, ബേൺ ഔട്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വളരെ ദേഷ്യം വരുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതും എല്ലാത്തിനോടും ഒരു ദേഷ്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെന്റലി അത്രയ്ക്ക് ലോഡറാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കും, നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റുക. നിങ്ങൾ ഇതിൽ നിന്നൊരു കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയ ലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ ഡെയിലി ഈ ലിസ്റ്റ് നിങ്ങൾ വീട്ടിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് പറയാം, ഓക്കെ ഇന്ന കാര്യം നീയാണ് ചെയ്തത്, മോളോട് പറയാം, മോനോട് പറയാം, അല്ലേ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറയാം, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തത്, ഇന്ന് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവിടെ ഒരു റെക്കോർഡ് ആവുകയാണ്. മനസ്സിലായില്ലേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ വെറുതെ നിങ്ങൾ ഈ ചെയ്ത് കളയുന്നതല്ല. അപ്പൊ ഇത്ര കാര്യങ്ങൾ ഈ വീടിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷൻ. ഒരിക്കലും നിങ്ങൾ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ എൻ്റെ കിച്ചൺ കാണാം, അല്ലേ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയാണ് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചിലർക്കുണ്ട് ഇത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് തന്നെ വേണം, ഇത് ഇവിടെ തന്നെ വേണം, ഈ പാത്രം ഇപ്പൊ തന്നെ സിങ്കിൽ പോകണം എന്നൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട്, കാരണം ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് സഹായിക്കാൻ വരും. നിങ്ങളെ ഹസ്ബൻഡ് സഹായിക്കാൻ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്തതായിരിക്കാം. ചിലപ്പോൾ അവർ ചായ എടുക്കുമ്പോൾ കുറച്ച് കളയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും മാറ്റി, ഇപ്പൊ നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്താ പറയുക, എനിക്ക് ശല്യം ഉണ്ടാക്കരുതേ, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുതേ,
ഞാൻ ചെയ്തോളാം എന്ന് നിങ്ങൾ സ്വയം പറയും അല്ലേ. അപ്പൊ അവർക്കത് കുറച്ചുകൂടി എളുപ്പമാവുന്നതല്ലാതെ നിങ്ങളുടെ പണിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അപ്പൊ പെർഫെക്ഷനിസം എന്നുള്ളൊരു കാര്യം ഒന്ന് മാറ്റി വെക്കുക. ഡു തിങ്സ്, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുക. ഇത് ഞാൻ ചെയ്താലേ പെർഫെക്റ്റ് ആവുകയുള്ളൂ, ഞാൻ ചെയ്താൽ മാത്രമേ ഇവിടെ ക്ലീൻ ആവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് എല്ലായിടവും ക്ലീൻ ചെയ്യാം. അപ്പൊ അന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ബാക്കിയുള്ളവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കാൻ നിങ്ങൾ വിസമ്മതിച്ചാൽ അവർ ഒരിക്കലും നിങ്ങളുടെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. പിന്നെ എന്നിട്ട് നിങ്ങളിരുന്ന് അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ പെർഫെക്ഷനിസം എന്നുള്ളൊരു കാര്യം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വീട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് നമുക്ക് ചെയ്യിക്കാം. അപ്പൊ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റെക്കോർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ കൂടെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യിക്കാം. അപ്പൊ അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതല്ലാതെ അവർ ഒരു കാര്യം ചിലപ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിങ്ങനെയാണോ ചെയ്യുന്നത്, ഇവിടെ മുഴുവൻ വൃത്തികേടാക്കി, ഇനി ഞാൻ ഇത് രണ്ടാമത് ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, പിന്നെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുമോ? ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ലെറ്റ് ദം ഡു ഇറ്റ് അല്ലേ. അവരത് ചെയ്യട്ടെ. അവർ ചെയ്ത് അവർ പഠിക്കും. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കും അവർക്കും, പക്ഷെ നമുക്കിതെല്ലാം മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ മീ ടൈം. നിങ്ങൾ തീർച്ചയായിട്ടും ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒരു മീ ടൈം എടുക്കണം. അതൊരു ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു കപ്പ് കാപ്പി കുടിക്കുന്നതിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതുന്നതിലാവാം, അല്ലെങ്കിൽ കുറച്ചു നേരം പാട്ട് കേൾക്കുന്നതിലൂടെ ആവാം. എന്തോ ആയിക്കോട്ടെ, ഒരു അരമണിക്കൂർ നിങ്ങൾ മീ ടൈം എടുക്കുക. ഇത് നിങ്ങളെ ബേൺ ഔട്ട് ചെയ്യുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ആവും. ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ രാവിലെ മുഴുവൻ കിടന്ന് പണിയെടുത്തിട്ടും ഇതൊന്നും ആരും തിരിച്ചറിയുകയുമില്ല. നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റും കിട്ടില്ല. നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ പോലും കിട്ടാത്ത രീതിയിലാവും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെയിലി ചെയ്യാനുള്ളത്, വീക്ക്ലി ചെയ്യാനുള്ളത് എന്നൊന്ന് നിങ്ങൾ എഴുതി നോക്കൂ. എന്നിട്ട് പറ്റുമെങ്കിൽ ആ കാര്യങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ വീട്ടിൽ എന്തൊക്കെ പണികളൊക്കെ ആരൊക്കെ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും, ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. എന്നിട്ട് നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാം അല്ലേ. നമുക്ക് ഹാപ്പി മംസ് ആയിട്ട് നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാം.